മജ്ജ്ഹിമ നികായ 119 കായകഥാ സതി സൂത്ത്. ഇതിനു മുൻപുള്ള സൂത്രം നമ്മൾ ആനാപാന സതി സൂത്രം അതാണ് നമ്മൾ കണ്ടത്. അതായത് ശ്വാസത്തിൽ നമ്മൾ ധ്യാനിച്ച് എങ്ങനെ മുക്തി നേടാം. ഇപ്പോൾ ഈ സൂത്രത്തിൽ ശരീരത്തിൽ ധ്യാനിച്ച് നമ്മൾക്ക് എങ്ങനെ മുക്തി നേടാം എന്നതിനെ പറ്റിയിട്ടാണ് ഈ സൂത്രം. അതിൻ്റെ 10 ഗുണങ്ങളും ഭഗവാൻ ഈ സൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ഭിക്ഷാടനത്തിന് ശേഷം, ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഭിക്ഷുക്കൾ അസംബ്ലി ഹാളിൽ ഇരുന്ന് ചർച്ചകൾ ചെയ്യുകയായിരുന്നു. അപ്പോൾ അവർക്കിടയിൽ ഇങ്ങനെ ഒരു ചർച്ചയുണ്ടായി. മിത്രങ്ങളെ, ആശ്ചര്യമാണ്, മിത്രങ്ങളെ, അത്ഭുതമാണ്. എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന അർഹന്തനായിട്ടുള്ള ആ സമ്മാ സംബുദ്ധൻ, ആ ഭഗവാൻ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കായകഥാ സതി എന്ന് പറയുന്ന ധ്യാനത്തെ ഭാവന ചെയ്യുകയാണെങ്കിൽ, വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതുമൂലം മഹാഫലം ലഭിക്കും, മഹാഗുണം ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരുടെ ചർച്ച പൂർത്തിയായില്ല, ഇടയ്ക്ക് വെച്ച് നിന്നു. കാരണം ഭഗവാൻ തൻ്റെ ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് ആ അസംബ്ലി ഹാളിൽ ചെന്നു. എന്നിട്ട് വിരിച്ചു വച്ചിരിക്കുന്ന ആസനത്തിൽ അദ്ദേഹം ഇരുന്നു. ഇരുന്നതിന് ശേഷം ഭഗവാൻ ഭിക്ഷുക്കളോട് ഇങ്ങനെ ചോദിച്ചു, ഭിക്ഷുക്കളെ, ഇപ്പോൾ നിങ്ങൾ ഇരുന്നു കൊണ്ട് എന്താണ് സംസാരിച്ചു കൊണ്ടിരുന്നത്? നിങ്ങളുടെ ഏത് സംഭാഷണമാണ് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയത്? അപ്പോൾ ആ ഭിക്ഷുക്കൾ തങ്ങൾ സംസാരിച്ചിരുന്ന ആ ചർച്ചയെപ്പറ്റി ഭഗവാനോട് പറഞ്ഞു, കായകഥാ സതിയെപ്പറ്റി ഭഗവാനോട് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു, ഭിക്ഷുക്കളെ, എങ്ങനെയാണ് കായകഥാ സതി എന്ന ധ്യാനത്തെ ഭാവന ചെയ്യുകയാണെങ്കിൽ, അതിനെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ മഹാഗുണവും ഫലവും തരുന്നത്? ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു അരണ്യത്തിൽ പോയി, വൃക്ഷത്തിൻ്റെ മൂലത്തിൽ പോയി, ശൂന്യാകാരത്തിൽ പോയി ചമ്രം പടിഞ്ഞിരിക്കുന്നു, ശരീരത്തെ നേരെ നിർത്തുന്നു, എന്നിട്ട് തൻ്റെ മുഖത്തിനു ചുറ്റും തൻ്റെ മനസ്സിനെ നിർത്തുന്നു. ഉജും കായം പണിതായ, അതായത് ശരീരത്തിനെ നേരെ നിർത്തിക്കൊണ്ട് വേണം നമ്മൾ ധ്യാനിക്കാൻ, അല്ലെങ്കിൽ നമ്മൾക്ക് ആലസ്യമുണ്ടാകും. ഇന്ന് മിക്ക ആൾക്കാരും നമ്മൾ കാണുന്നത് ധ്യാനിക്കുന്ന സമയത്ത് ശരീരം കുനിഞ്ഞിരുന്നു കൊണ്ടാണ് ധ്യാനിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ധ്യാനിക്കുന്ന സമയത്ത് ശരീരം നിവർത്തി വയ്ക്കണം, തല ഉയർത്തി വയ്ക്കണം. അതേപോലെ തന്നെ പരിമുഖം സതിം ഉപഠവിത്വ, നമ്മുടെ മുഖത്തിന് ചുറ്റും മനസ്സ് വെച്ചുകൊണ്ട് വേണം ധ്യാനിക്കാൻ. ഈ വാക്ക് ഒരുപാട് പ്രശ്നം നിറഞ്ഞതാണ്, പരിമുഖം സതി. മ്യാൻമാറിൽ ഇതിന് പല അർത്ഥങ്ങൾ എടുക്കാറുണ്ട്. അതായത് അവർ നാഭിയിൽ ധ്യാനിക്കും, ഹൃദയവത്വയിൽ ധ്യാനിക്കും, മേൽചുണ്ടിന് മുകളിൽ നാസിക്ക് താഴെയുള്ള സ്ഥാനത്ത് ധ്യാനിക്കും, അതേപോലെ തന്നെ മൂർധാവിൽ ധ്യാനിക്കും. ഇതിനെല്ലാം അവർ പരിമുഖമായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ ഭഗവാൻ ഒരിടത്തും കോൺസെൻട്രേഷൻ ചെയ്യാനല്ല പറയുന്നത്, മുഖത്തിന് പരിധിക്കുള്ളിൽ തൻ്റെ മനസ്സിനെ നിർത്താനാണ് പറയുന്നത്. അതായത് നമ്മൾ കാതിൽ ശബ്ദം കേൾക്കുന്ന സമയത്ത് ഒരിക്കലും കാതിൽ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യാറില്ല. കണ്ണിൽ രൂപം കാണുന്ന സമയത്ത് നമ്മൾ കണ്ണിൽ കോൺസെൻട്രേഷൻ ചെയ്യാറില്ല. അതേപോലെ തന്നെയാണ് ഈ കാര്യവും. ജസ്റ്റ് അവയർനെസ് ആണ് നമ്മൾക്ക് വേണ്ടത്. അല്ലെങ്കിൽ 1 പോയിൻറ്റഡ് കോൺസെൻട്രേഷൻ ആവും. അതുമൂലം ശരീരത്തിൽ ഒരുപാട് വേദനകൾ ഉൽപ്പന്നമാകും. ദുഃഖകരമായിട്ടുള്ള വേദനകൾ ശരീരത്തിൽ ഉൽപ്പന്നമാകും. കാരണം അത് തെറ്റായിട്ടുള്ള പരിശ്രമമാണ്. സോ സദോവ അസസതി സദോവ പസസതി. ഉള്ളിൽ വരുന്ന ശ്വാസത്തെ അറിയുന്നു, പുറത്തു പോകുന്ന ശ്വാസത്തെ അറിയുന്നു. ഉള്ളിലേക്ക് വരുന്ന ശ്വാസം ദീർഘമാണെങ്കിൽ ദീർഘമായിട്ടുള്ള ശ്വാസമാണ് എന്ന് പ്രജ്ഞയാൽ അറിയുന്നു. പുറത്തു പോകുന്ന ശ്വാസം ദീർഘമാണെങ്കിൽ പുറത്തു പോകുന്ന ശ്വാസം ദീർഘമാണ് എന്ന് പ്രജ്ഞയാൽ അറിയുന്നു. ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്ന ശ്വാസം ഹ്രസ്വമാണെങ്കിൽ ഹ്രസ്വമാണ് എന്ന് പ്രജ്ഞയാൽ അറിയുന്നു. സബ്ബകായ പടിസംവേദി അസസ്സാമേതി സിഖതി, സബ്ബകായ പടിസംവേദി പസ്സസ്സാമേതി സിഖതി. മുഴുവൻ ശരീരത്തെയും അറിഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നു, മുഴുവൻ ശരീരത്തെയും അറിഞ്ഞുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഇവിടെ സബ്ബകായ എന്ന് പറയുന്നത് ശരീരം തന്നെയാണ്. പലരും ഇതിനെ ശ്വാസത്തിൻ്റെ കായയായിട്ട് പറയാറുണ്ട്. അത് തീർത്തും തെറ്റാണ്. കാരണം ഇവിടെ കായാനുപസനയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തെ തന്നെയാണ് അർത്ഥമാക്കുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ശ്വാസത്തിൻ്റെ ശരീരത്തെയല്ല അവിടെ പറയുന്നത്. അത് തെറ്റായിട്ടുള്ള വിവരണമാണ്. ശരീരം മുഴുവൻ ഒട്ടാകെ മനസ്സ് നിർത്തിക്കൊണ്ടാണ് ഇതിനെ അറിയുന്നത്. അല്ലാതെ ഒരു സ്ഥാനത്ത് കോൺസെൻട്രേഷൻ ചെയ്തിട്ടില്ല. അത് 1 പോയിൻറ്റഡ് കോൺസെൻട്രേഷൻ ആവും. ബുദ്ധൻ പഠിപ്പിച്ചത് അതല്ല. ഇത് രണ്ടും നമ്മൾ സ്വയം പരിശീലിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു സ്ഥാനത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആനാപാന ചെയ്യുക, അതേപോലെ തന്നെ ശരീരം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ട് ആനാപാന ചെയ്യുക. രണ്ടെണ്ണത്തിൻ്റെയും വ്യത്യാസം സ്വയം മനസ്സിലാവും.
പസംഭയം കായസംഘാരം അസസിസാമീതി സിഖതി. പസംഭയം കായസംഘാരം പസസിസാമീതി സിഖതി. കായസംസ്കാരത്തെ പ്രശാന്തമാക്കിക്കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഇവിടെ കായസംസ്കാരം എന്ന് പറയുന്നത് ആനാപാന, ഉള്ളിലേക്കും പുറത്തേക്കും വരുന്ന ശ്വാസമാണ്. അതിനെ പ്രശാന്തമാക്കണം, അതിനെ ശാന്തമാക്കണം. എല്ലാ സമയത്തും സ്ഥൂല ശ്വാസത്തിലല്ല നമ്മൾ ജോലി ചെയ്യേണ്ടത്, സൂക്ഷ്മമായിട്ടുള്ള ശ്വാസത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഭിക്ഷുക്കളെ, ആ ഭിക്ഷു ഇങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് വളരെ ദൃഢനിശ്ചയത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി, ജാഗ്രതയോടുകൂടി അങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് അവരുടെ ഗൃഹസ്ഥ ജീവിതത്തിലെ ചിന്തകളും ഓർമ്മകളും അവർ ഉപേക്ഷിക്കുന്നു. ആ സമയത്ത് ഗൃഹസ്ഥ ജീവിതത്തിലെ ചിന്തകളും ഓർമ്മകളും ഒന്നും തന്നെ അവരെ ബാധിക്കുന്നില്ല. അവരുടെ മനസ്സ് ഉള്ളിൽ സ്ഥിരമാകുന്നു, അത് അവിടെ ഉള്ളിൽ തന്നെ നിൽക്കുന്നു, സമാഹിതമാകുന്നു, ഉള്ളിൽ സമാധിസ്ഥമാകുന്നു, സമാധിയിൽ മുഴുകുന്നു. ഭിക്ഷുക്കളെ, ഇപ്രകാരമാണ് ഒരു ഭിക്ഷു കായകഥാസതിയുടെ അഭ്യാസം ചെയ്യുന്നത്, കായകഥാസതി ധ്യാനത്തിൻ്റെ അഭ്യാസം ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ശരീരത്തിന് 4 അവസ്ഥകളുണ്ട്. ഈ 4 അവസ്ഥകളെ അറിയുകയാണ് അടുത്തതായിട്ട് ചെയ്യുന്നത്. വീണ്ടും ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു നടക്കുകയാണെങ്കിൽ ഞാൻ നടക്കുകയാണ് എന്ന് അറിയുന്നു. ഭിക്ഷു നിൽക്കുകയാണെങ്കിൽ ഞാൻ നിൽക്കുകയാണ് എന്ന് അറിയുന്നു. ഭിക്ഷു ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഇരിക്കുകയാണ് എന്ന് അറിയുന്നു. ഞാൻ കിടക്കുകയാണ് എങ്കിൽ ഞാൻ കിടക്കുകയാണ് എന്ന് അറിയുന്നു. ഇവിടെ അറിയുന്നു എന്ന വാക്കിന് പജാനാതി, പ്രജ്ഞാപൂർവം അറിയുന്നു. അതായത് അതിൻ്റെ ശരിയായിട്ടുള്ള ഗുണസ്വഭാവത്തോടുകൂടി അറിയുന്നു. എപ്രകാരമാണോ അപ്രകാരം. ഭിക്ഷുക്കളെ, ആ ഭിക്ഷുവിൻ്റെ സ്ഥിതി ഏതവസ്ഥയിലായിക്കഴിഞ്ഞാലും ആ ഭിക്ഷു ആ ശരീരത്തിൻ്റെ അവസ്ഥയെ അറിയുന്നു. ഇപ്രകാരം അവർ വളരെ ജാഗ്രതയോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി ജോലി ചെയ്യുന്ന സമയത്ത് ഗൃഹസ്ഥ ജീവിതത്തിലുള്ള അവരുടെ ഓർമ്മകളും ചിന്തകളും അവർ ഉപേക്ഷിക്കുന്നു. അവരുടെ മനസ്സ് ഉള്ളിൽ സ്ഥിതമാകുന്നു, സമാഹിതമാകുന്നു, സമാധിയിൽ സ്ഥിരമാകുന്നു. ഇപ്രകാരമാണ് ഭിക്ഷുക്കളെ ഒരു ഭിക്ഷു കായകഥാസതി എന്ന ധ്യാനത്തെ ഭാവന ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് സമ്പജാന പബ്ബം. എല്ലാ സമയത്തും സമ്പജാനം. ഈ സമ്പജാനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒരു സൂത്രത്തിൽ നപ്പജാനാതി എന്ന വാക്കിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അതായത് പ്രജ്ഞാപൂർവം അറിയുന്നില്ല. എന്താണ് അറിയാത്തത്? 4 ആര്യസത്യങ്ങൾ അറിയുന്നില്ല. ദുപ്പന്യോ, പ്രജ്ഞയില്ല എന്ന് പറയുന്നുണ്ട്. എന്താണ് പ്രജ്ഞയില്ല? 4 ആര്യസത്യങ്ങൾ അറിയുന്നില്ല. അതേപോലെ തന്നെ സമ്പജാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രജ്ഞ, അത് 4 ആര്യസത്യങ്ങൾ തന്നെയാണ്. ദുഃഖം, ദുഃഖസമുദയം, ദുഃഖനിരോധം, ദുഃഖനിരോധഗാമിനി പടിപത. ഇതിനെ അറിയുന്നതിനെയാണ് സമ്പജന്യം എന്ന് പറയുന്നത്. ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു മുന്നോട്ട് പോകുന്ന സമയത്തും പിന്നോട്ട് വരുന്ന സമയത്തും സമ്പജന്യത്തോടുകൂടി ഇരിക്കുന്നു. മുന്നോട്ട് നോക്കുന്ന സമയത്തും വശത്തോട്ട് നോക്കുന്ന സമയത്തും സമ്പജന്യത്തോടുകൂടി ഇരിക്കുന്നു. കാലുകൾ നീട്ടുകയും അടുപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് സമ്പജന്യത്തോടുകൂടി ഇരിക്കുന്നു. പുറത്തുള്ള വസ്ത്രം ധരിക്കുന്ന സമയത്ത്, ഭിക്ഷാപാത്രം എടുക്കുന്ന സമയത്ത്, വസ്ത്രം എടുക്കുന്ന സമയത്ത്, ഭക്ഷിക്കുന്ന സമയത്ത്, കുടിക്കുന്ന സമയത്ത്, ചവയ്ക്കുന്ന സമയത്ത്, രുചിക്കുന്ന സമയത്ത്, മൂത്രവും മലവും ത്യജിക്കുന്ന സമയത്ത്, നടക്കുന്ന സമയത്ത്, നിൽക്കുന്ന സമയത്ത്, ഇരിക്കുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത്, ഉണരുന്ന സമയത്ത്, സംഭാഷണം ചെയ്യുന്ന സമയത്ത്, മൗനമായിരിക്കുന്ന സമയത്ത്, എല്ലാ സമയത്തും ആ ഭിക്ഷു സമ്പജന്യത്തോടുകൂടി ഇരിക്കുന്നു. അവർ ഇപ്രകാരം ധ്യാനിക്കുന്ന സമയത്ത് വളരെ ദൃഢനിശ്ചയത്തോടുകൂടി, ആലസ്യമില്ലാതെ, ഉത്സാഹത്തോടുകൂടി പരിശ്രമിക്കുന്ന സമയത്ത് ഗൃഹസ്ഥ ജീവിതത്തിലുള്ള അവരുടെ ഓർമ്മകളും അതേപോലെ തന്നെ ചിന്തകളും അവർ ഉപേക്ഷിക്കുന്നു. അവരുടെ മനസ്സ് ഉള്ളിൽ സ്ഥിതമാകുന്നു, സമാഹിതമാകുന്നു, മനസ്സ് ഉള്ളിൽ സമാധിസ്ഥമാകുന്നു. ഇപ്രകാരമാണ് ഭിക്ഷുക്കളെ ഒരു ഭിക്ഷു കായകഥാസതി എന്ന ധ്യാനത്തിൻ്റെ ഭാവന ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, ഈ കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പലരും ബുദ്ധൻ്റെ ധ്യാനം ചെയ്യുന്ന വ്യക്തികൾ അവർ 20, 30, 40 വർഷങ്ങളായിട്ട് സതിപട്ടാന സൂത്രം പഠിച്ചിട്ടുണ്ട്, ഈ സമ്പജാന പബ്ബം പഠിച്ചിട്ടുണ്ട്. അതായത് എല്ലാ സമയത്തും നമ്മൾ അവയർനെസ് ആയിരിക്കണം എന്ന്. പക്ഷേ ഒരാളും ഇത് ചെയ്യാറില്ല എന്നതാണ് ദുഃഖകരമായിട്ടുള്ള വസ്തുത. എല്ലാവരും ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടാണ് ധ്യാനം ചെയ്യുന്നത്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ധ്യാനം പോകുന്നു. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത്, എനിക്ക് 1 മണിക്കൂറെങ്കിലും ഇരുന്ന് ധ്യാനിച്ചിട്ടില്ലെങ്കിൽ സമാധാനം വരില്ല എന്ന് പറയുന്നുണ്ട്. കാരണം അവർക്ക് ബാക്കിയുള്ള സമയത്ത് ധ്യാനിക്കാൻ അറിയുന്നില്ല. ഭഗവാൻ പറയുന്നുണ്ട് സമ്പജന്യം എല്ലാ അവസ്ഥയിലും കൊണ്ടുവരണമെന്ന്. പക്ഷേ നമ്മൾക്ക് അത് അറിയാം, പക്ഷേ നമ്മൾ അഭ്യസിക്കുന്നില്ല. ഭാരതത്തിൽ ഒരു ഭിക്ഷുവുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ബോധിധമ്മ എന്ന ഒരു ഭിക്ഷു.
അദ്ദേഹം ഒരു ധ്യാനം പഠിപ്പിക്കുന്നുണ്ട്, ഏർലി ബുദ്ധിസ്റ്റ് ടീച്ചിങ്സ്. അദ്ദേഹം ശ്രീലങ്കയിൽ പോയിട്ടാണ് ഈ സമ്പജന്യം എന്നതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു 10 ദിവസത്തെ കോഴ്സുണ്ട്, EBT കോഴ്സ് എന്ന് പറഞ്ഞിട്ട്, ഏർലി ബുദ്ധിസ്റ്റ് ടീച്ചിങ്. അതിൽ അദ്ദേഹം ഈ സമ്പജന്യം മാത്രമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. 10 ദിവസം കൊണ്ട് നമ്മുടെ സതി വളരെയധികം വർദ്ധിക്കുന്നതാണ്. നമ്മൾ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ അതൊരു ബ്രഷിംഗ് മെഡിറ്റേഷനാണ്. നമ്മൾ മൂത്രമൊഴിക്കുകയാണെങ്കിൽ യൂറിൻ മെഡിറ്റേഷനാണ്. മലത്യാഗം ചെയ്യുകയാണെങ്കിൽ ടോയ്ലറ്റ് മെഡിറ്റേഷനാണ്. കുളിക്കുകയാണെങ്കിൽ ബാത്തിങ് മെഡിറ്റേഷനാണ്. ഭക്ഷിക്കുകയാണെങ്കിൽ ഈറ്റിംഗ് മെഡിറ്റേഷനാണ്. നടക്കുകയാണെങ്കിൽ വാക്കിംഗ് മെഡിറ്റേഷനാണ്. ഇരിക്കുകയാണെങ്കിൽ സിറ്റിംഗ് മെഡിറ്റേഷനാണ്. സംസാരിക്കുകയാണെങ്കിൽ ടോക്കിംഗ് മെഡിറ്റേഷനാണ്. ജോലി ചെയ്യുകയാണെങ്കിൽ വർക്കിംഗ് മെഡിറ്റേഷനാണ്. നമ്മൾ വൃത്തിയാക്കുകയാണെങ്കിൽ ക്ലീനിങ് മെഡിറ്റേഷനാണ്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് ഒരു മെഡിറ്റേഷനായിട്ട് മാറുന്നതാണ്. ഇത് നമ്മൾ ബുദ്ധി കൊണ്ട് അറിഞ്ഞതുകൊണ്ട് മാത്രം ശരിയാവില്ല, നമ്മൾ അത് അഭ്യസിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകുകയുള്ളൂ. ഈ തരത്തിൽ നമ്മൾ ധ്യാനം അഭ്യസിക്കുകയാണെങ്കിൽ നമ്മുടെ സതി അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് എത്രയോ ഇരട്ടിയാവുന്നതാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. മറ്റൊരു കാര്യം കൂടി ഓർക്കണം, ധ്യാനിക്കുന്ന ധ്യാനത്തിന് ഭഗവാൻ ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നിസിന്നോച ചങ്കമേണച, ഇരുന്നുകൊണ്ടും നടന്നുകൊണ്ടും ധ്യാനിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ നടന്നുകൊണ്ടുള്ള ധ്യാനത്തിന് 5 ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ഗുണം വളരെ പ്രധാനപ്പെട്ടതാണ്. സതി ചിരപ്പതിട്ടിതോ ഹോതി, അതായത് നമ്മുടെ ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് എല്ലാ സമയത്തും നിൽക്കും. ഈ കാര്യം നമ്മുടെ സമാധിക്കും പ്രജ്ഞയ്ക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിനാൽ നമ്മൾ എല്ലാ അവസ്ഥയിലും ധ്യാനിക്കാൻ പഠിക്കണം. ഈ കാര്യം ബുദ്ധി കൊണ്ട് അറിഞ്ഞതുകൊണ്ട് മാത്രം പോരാ, ഇത് അഭ്യസിക്കണം. മ്യാൻമാറിലും അതേപോലെ തന്നെ ശ്രീലങ്കയിലും തായ്ലൻഡിലും എല്ലാം തന്നെ അവർ ധ്യാനിക്കുന്നത് 1 മണിക്കൂർ ഇരുന്ന് ധ്യാനമാണെങ്കിൽ 1 മണിക്കൂർ നടന്നിട്ടായിരിക്കും അവർ ധ്യാനിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ദീർഘകാലത്തേക്ക് സമാധാനമായിട്ട് ധ്യാനിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൂടാതെ എപ്പോഴും ഇരുന്ന് മാത്രം ധ്യാനിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ ആലസ്യം വരാം. പല ധ്യാന ഗുരുക്കന്മാരെയും നമ്മൾ ഇന്ന് കാണാറുണ്ട്, അവർ ഇരുന്നിട്ട് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. ആ പാവങ്ങൾക്ക് ഈ കാര്യം കൂടി അറിയില്ല, ഇത് ഒരു നീവരണമാണെന്ന്. അവർ രാഗദ്വേഷത്തെ ഇല്ലാതാക്കാനാണ് ധ്യാനിക്കുന്നത് എന്ന് അവർക്കറിയാം. പക്ഷേ ഈ ധീനമിത്തം എന്ന് പറയുന്ന ഒരു നീവരണമാണ് എന്ന് അവർക്ക് അറിയുന്നില്ല. കാമചന്തം വ്യാപാദം, ഇത് തന്നെയാണ് 2 നീവരണങ്ങൾ. അതേപോലെ തന്നെ ധീനമിത്തം, വിചികിച്ച, ഉദ്ധച്ച കുക്കുച്ചം, ഇതും ഒരു നീവരണമാണ്. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് ഉറങ്ങുന്നവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കുക, അവർ ധ്യാനിക്കുന്നില്ല, ധ്യാനത്തിൽ മുന്നേറുകയല്ല, അവർ ധ്യാനത്തിൽ പിന്നിലോട്ടാണ് പോകുന്നത്. കാരണം അവർ അവരുടെ നീവരണത്തെ വർദ്ധിപ്പിക്കുകയാണ്. അതൊരു അകുശലധർമ്മമാണ് എന്നൊരു ബോധം പോലും അവർക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള സത്യം. ഭഗവാൻ അനുപുബ്ബ ശിക്ഷ, അനുപുബ്ബ പടിപത, ഇതിൽ പറയുന്നത് ആദ്യം നീവരണങ്ങളെ ഇല്ലാതാക്കണം, അതിനുശേഷം വേണം നമ്മൾ സമാധിയിലേക്ക് പോകാൻ. എങ്കിൽ മാത്രമേ നമ്മൾക്ക് പ്രജ്ഞ ലഭിക്കുകയുള്ളൂ. നീവരണങ്ങളെ ഇല്ലാതാക്കാതെ നമ്മൾക്കൊരിക്കലും ധ്യാനത്തിലേക്ക് അല്ലെങ്കിൽ സമാധിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. സമാധി ഇല്ലെങ്കിൽ നമ്മൾക്ക് പ്രജ്ഞയുമില്ല. അതിനാൽ ഇരുന്ന് ഉറങ്ങുന്നവരെ ഒന്ന് ഉണർത്തുക, അത് നീവരണമാണ്, അകുശലധർമ്മമാണ് എന്ന് അവരോട് പറയുക. 40ഉം 50ഉം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ കാര്യം അറിയാതെ ഇരുന്നുറങ്ങുന്ന പലരും ഉണ്ട്. അവരെ കാണുന്ന സമയത്ത് സഹതാപമാണ് തോന്നുന്നത്, ദുഃഖമാണ് തോന്നുന്നത്. അവർ നീവരണത്തിലാണ്, അകുശലധർമ്മത്തിലാണ്, പാപധർമ്മത്തിലാണ് എന്നുള്ള കാര്യം അവർ അറിയുന്നില്ല. രാഗദ്വേഷം ഇല്ലാതാക്കുക എന്ന ഒരു കാര്യം മാത്രമേ അവർക്ക് അറിയുന്നുള്ളൂ. നീവരണത്തെ ഇല്ലാതാക്കുക എന്നുള്ള കാര്യം പോലും അവർ അറിയുന്നില്ല. അതായത് പാവങ്ങൾക്ക് ധ്യാനത്തെക്കുറിച്ചിട്ട് ഒന്നും തന്നെ മനസ്സിലായിട്ടില്ല എന്ന് വേണം ഇതിൽ നിന്ന് കരുതാൻ. കാരണം ഈ ധീനമിത്ത അല്ലെങ്കിൽ ഉറക്കം എന്ന നീവരണം അവിടെ ഉണ്ടെങ്കിൽ അത് ഒരു ഉപക്ലേശമായിട്ടാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അത് പ്രജ്ഞയെ ദുർബലമാക്കും. കാരണം അവിടെ സതിയില്ല, സമാധിയില്ല, പ്രജ്ഞയില്ല. ഉള്ളത് മുഴുവൻ അകുശലധർമ്മങ്ങൾ മാത്രമാണ്. അടുത്തതായിട്ട് ഭിക്ഷു അഭ്യസിക്കുന്നത് അശുഭഭാവനയാണ്. വീണ്ടും ഒരു ഭിക്ഷു തൻ്റെ കാൽപാദം മുതൽ തലയുടെ മുകളിലുള്ള രോമം വരെ ചർമ്മം കൊണ്ട് മൂടിയിരിക്കുകയാണ്. അതിൽ പലതരത്തിലുള്ള അശുഭ വസ്തുക്കൾ ഉണ്ട്. ആ അശുഭ വസ്തുക്കളെ ആ ഭിക്ഷു പരിശോധിക്കുന്നു. ഈ ശരീരത്തിൽ തലയിലെ രോമമുണ്ട്, ശരീരത്തിലെ രോമമുണ്ട്, നഖമുണ്ട്, പല്ലുണ്ട്, തൊലിയുണ്ട്, മാംസമുണ്ട്, സ്നായുക്കളുണ്ട്, അസ്ഥികളുണ്ട്, അസ്ഥിമജ്ജയുണ്ട്, കിഡ്നിയുണ്ട്, ഹൃദയമുണ്ട്, ലിവറുണ്ട്, ഡയഫ്രമുണ്ട്, സ്പ്ലീനുണ്ട്, ശ്വാസകോശമുണ്ട്, വൻകുടലുണ്ട്, ചെറുകുടലുണ്ട്, ദഹിക്കാത്ത ഭക്ഷണമുണ്ട്, മലമുണ്ട്, പിത്തമുണ്ട്, കഫമുണ്ട്, ചലമുണ്ട്, രക്തമുണ്ട്, വിയർപ്പുണ്ട്, കൊഴുപ്പുണ്ട്,
കണ്ണുനീരുണ്ട്, വസയുണ്ട്, തുപ്പലുണ്ട്, മൂക്കട്ടിയുണ്ട്, പ്ലാസ്മയുണ്ട്, യൂറിനുണ്ട് അല്ലെങ്കിൽ മൂത്രമുണ്ട്. ഭിക്ഷുക്കളെ, ഉദാഹരണമായിട്ട് രണ്ടറ്റവും തുറന്ന ഒരു ബാഗ് ഉണ്ട് എന്ന് കരുതുക. അതിൽ പലതരത്തിലുള്ള ധാന്യങ്ങൾ നിറച്ചിട്ടുണ്ട് എന്ന് കരുതുക. ഉദാഹരണമായിട്ട് നല്ല അരിയുണ്ട്, ഗോതമ്പുണ്ട്, ചെറുപയറുണ്ട്, ഉഴുന്നുണ്ട്, എള്ളുണ്ട്, സാധാരണ അരിയുണ്ട്. ശരിയായിട്ടുള്ള കാഴ്ചയുള്ളൊരു വ്യക്തി ആ ബാഗിനെ തുറക്കുകയാണ്. എന്നിട്ട് അതിലുള്ള വസ്തുക്കളെ ആ വ്യക്തി പരിശോധിക്കുകയാണ്. ഇത് നല്ല അരിയാണ്, ഇത് ഗോതമ്പാണ്, ഇത് ചെറുപയറാണ്, ഇത് ഉഴുന്നാണ്, ഇത് എള്ളാണ്, ഇത് സാധാരണ അരിയാണ്. ഇതേപോലെ തന്നെ ഒരു ഭിക്ഷു തൻ്റെ ശരീരത്തിനെ പാദം മുതൽ തലവരെ അത് തൊലി കൊണ്ട് മൂടിയിരിക്കുകയാണ്. അതിൽ നാനാപ്രകാരത്തിലുള്ള ഇത്തരത്തിലുള്ള അശുഭ വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അറിയുന്നു, പരിശോധിക്കുന്നു. വീണ്ടും ആ അശുഭ വസ്തുക്കൾ മുഴുവൻ ആവർത്തിച്ചിരിക്കുകയാണ്. ഭിക്ഷുക്കളെ, ആ വ്യക്തി പ്രകാരം ധ്യാനിക്കുന്ന സമയത്ത് ദൃഢനിശ്ചയത്തോടുകൂടി, ജാഗ്രതയോടുകൂടി, പ്രമാദമില്ലാതെ ആ വ്യക്തിയുടെ ഗൃഹസ്ഥ ജീവിതത്തിലെ ഓർമ്മകളും ചിന്തകളും അവരെ വിട്ടുപോകുന്നു. അവരുടെ മനസ്സ് ഉള്ളിൽ നിശ്ചലമാകുന്നു, അത് ഉള്ളിൽ തന്നെ സമാഹിതമാകുന്നു, ഉള്ളിൽ തന്നെ നിൽക്കുന്നു, ഉള്ളിൽ സമാധിസ്ഥമായി നിൽക്കുന്നു. ഇപ്രകാരം ഭിക്ഷുക്കളെ ഒരു ഭിക്ഷു കായകഥാസതി ധ്യാനത്തിൻ്റെ ഭാവന ചെയ്യുന്നു, അതിനെ വർദ്ധിപ്പിക്കുന്നു. ഇത് അശുഭ ഭാവന എന്ന് പറയും. ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനയാണ്. വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ഭിക്ഷുണികൾക്ക് ഇത് വളരെ ഉപയുക്തമാണ്. കാരണം അവരുടെ മനസ്സിൽ കാമവാസന ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. ആ കാമവാസന ഇല്ലാതാക്കാൻ ഇത് വളരെ നല്ലതാണ്. ഏതെങ്കിലും വ്യക്തിയെ കണ്ട് കാമവാസന തോന്നുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള വസ്തുക്കൾ പുറത്താണെന്നും പുറത്തുള്ള വസ്തുക്കൾ ഉള്ളിലാണ് എന്നും നമ്മൾ സങ്കല്പിച്ച് ഇപ്രകാരം അശുഭ ഭാവന ചെയ്യുക. അവരുടെ ഉള്ളിൽ എന്താണ് എന്ന് നമ്മൾ നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും, ആ ശരീരം ഒരു ബാഗ് പോലെയാണ്, അതിൻ്റെ ഉള്ളിൽ ഇത്ര 32 ഇങ്ങനത്തുള്ള അശുഭങ്ങളായിട്ടുള്ള സാധനങ്ങളാണ് അവരുടെ ഉള്ളിൽ എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യമാകും. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കാമവികാരം ഇല്ലാതാകും. അതിനു വേണ്ടിയിട്ടാണ് ഈ അശുഭ ഭാവന ധ്യാനം ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് ധാതുക്കളുടെ ധ്യാനമാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ 4 ധാതുക്കളുണ്ട്: ഭൂമി ധാതു, ജലധാതു, അഗ്നിധാതു, വായുധാതു. ഇവയുടെ ഗുണധർമ്മങ്ങൾ ഒരു ശരിയായിട്ട് ധ്യാനിക്കുന്നൊരു വ്യക്തിയുടെ മുന്നിൽ വരുന്നതാണ്. ആ വ്യക്തിയുടെ മനസ്സ് വളരെ സൂക്ഷ്മമാവും, അത് പഞ്ചഭൂതങ്ങൾ വരെ പോകും. അപ്പോൾ ഈ ഓരോ ധാതുവിൻ്റെയും ഗുണത്തെയും ആ വ്യക്തി വളരെ വ്യക്തമായിട്ട് അറിയുന്നു. വീണ്ടും ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു ഈ ശരീരം ഏത് സ്ഥിതിയിലാണോ, ഏത് അവസ്ഥയിലാണോ, ആ അവസ്ഥയിൽ ധാതുക്കളെ നിരീക്ഷിക്കുന്നു. ഈ ശരീരത്തിൽ പൃഥ്വിധാതുവുണ്ട്, ജലധാതുവുണ്ട്, അഗ്നിധാതുവുണ്ട്, വായുധാതുവുണ്ട്. ഇത് ഇപ്രകാരമാണ് ഭിക്ഷുക്കളെ. ഒരു വിദഗ്ധനായിട്ടുള്ള പശുവിനെ കൊല്ലുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അയാളുടെ തൊഴിലാളി ഒരു പശുവിനെ കൊന്ന് അതിനെ വെട്ടിമുറിച്ച് ഒരു കവലയിലിരിക്കുന്നു. ഇതേപോലെ തന്നെ ഒരു ഭിക്ഷു തൻ്റെ സ്വന്തം ശരീരത്തെ ഏത് അവസ്ഥയിലാണെങ്കിലും ഏത് സ്ഥിതിയിലാണെങ്കിലും അതിൽ ധാതുക്കളെ കാണുന്നു. ഈ ശരീരത്തിൽ പൃഥ്വിധാതുവുണ്ട്, ജലധാതുവുണ്ട്, അഗ്നിധാതുവുണ്ട്, വായുധാതുവുണ്ട് എന്ന് കാണുന്നു. അതായത് നമ്മൾ ധ്യാനിച്ച് ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ധാതുക്കളെ കാണാം. ഉദാഹരണമായിട്ട് വിപശ്യന ധ്യാനം ചെയ്യുന്നവർക്ക് ഈ ഒരു കഴിവ് സിദ്ധിക്കുന്നതാണ്. ഭിക്ഷുക്കളെ, ഇത്തരത്തിൽ അവർ ധ്യാനിക്കുന്ന സമയത്ത് വളരെ ദൃഢനിശ്ചയത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി, പ്രമാദമില്ലാതെ അവർ ധ്യാനിക്കുകയാണെങ്കിൽ അവരുടെ ഗൃഹസ്ഥ ജീവിതത്തിലുള്ള ഓർമ്മകളും ചിന്തകളും അവരെ വിട്ടുപോകുന്നു. അവരുടെ മനസ്സ് ഉള്ളിൽ സ്ഥിരമാകുന്നു, ഉള്ളിൽ സ്ഥിതമാകുന്നു, അവരുടെ മനസ്സ് സമാഹിതമാകുന്നു, ഉള്ളിൽ സമാധിസ്ഥമാകുന്നു. ഇപ്രകാരമാണ് ഭിക്ഷുക്കളെ ഒരു ഭിക്ഷു കായകഥാസതി എന്ന ധ്യാനത്തെ ഭാവന ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ശ്മശാനത്തിലെ ധ്യാനമാണ് പറയാൻ പോകുന്നത്. പണ്ട് ആൾക്കാർക്ക് അത്ര ധനമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ മരിച്ചവരുടെ മൃതശരീരത്തെ അവർ കുഴിച്ചിടുകയോ അതേപോലെ തന്നെ കത്തിക്കാനോ അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് സാധാരണ കച്ചാ ശ്മശാനം എന്ന് പറയും, അവിടെ അവർ ആ മൃതശരീരങ്ങളെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നും ടിബറ്റിൽ ചില സ്ഥലങ്ങളിൽ ഈ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. കാരണം പർവ്വതങ്ങളുടെ മുകളിൽ അവർക്ക് അതിന് കത്തിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. അതിനാൽ കഴുകന്മാർക്ക് അവർ അത് ഭക്ഷിക്കാൻ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്.
വീണ്ടും ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു ഒരു മൃതശരീരത്തെ ശ്മശാനത്തിൽ കാണുകയാണ്. ആ മൃതശരീരം മരിച്ചിട്ട് 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി അത് വീർത്തിരിക്കുകയാണ്, നീല നിറമായിരിക്കുകയാണ്, അതിൽ പുഴുക്കൾ അരിക്കുകയാണ്. അപ്പോൾ അവർ ആ മൃതശരീരത്തെ തൻ്റെ സ്വന്തം ശരീരവുമായിട്ട് അവർ താരതമ്യം ചെയ്യുന്നു. എന്നിട്ട് അവർ കരുതുന്നു, ഈ ശരീരത്തിനും ഇതേ പ്രകൃതമാണ്, ഇതേപോലെ തന്നെ ഈ ശരീരവും ആകും, ഒരിക്കലും ഈ ശരീരത്തിന് ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതായത് താനും മരിക്കും, തൻ്റെ ശരീരവും ഇതേപോലെ തന്നെ വീർക്കും, നീല നിറമാവും, പുഴുക്കൾ അരിക്കും എന്ന് ആ വ്യക്തി ഓർക്കുന്നു. ഈ സാധന ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ശരീരത്തോടുള്ള ആസക്തി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധന ചെയ്യുന്നത്. ഭിക്ഷുക്കളെ, ആ ഭിക്ഷു ഈ തരത്തിൽ ധ്യാനിക്കുന്ന സമയത്ത് വളരെ ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട്, ഉത്സാഹത്തോടു കൂടിയിട്ട്, പ്രമാദമില്ലാതെ ധ്യാനിക്കുന്ന സമയത്ത് അവരുടെ ഗൃഹസ്ഥ ജീവിതത്തിലുള്ള ഓർമ്മകളും ചിന്തകളും അവരെ വിട്ടുപോകുന്നു. അവരുടെ മനസ്സ് ഉള്ളിൽ സ്ഥിതമാകുന്നു, സമാഹിതമാകുന്നു, ഉള്ളിൽ തന്നെ അത് സമാധിസ്ഥമാകുന്നു. ഭിക്ഷുക്കളെ, ഇപ്രകാരവും ഒരു ഭിക്ഷു കായകഥാ സതി എന്ന ധ്യാനം അഭ്യസിക്കുന്നു. വീണ്ടും ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു ശ്മശാനത്തിൽ മറ്റൊരു മൃതശരീരത്തെ കാണുകയാണ് എന്ന് കരുതുക. അതിനെ കാക്കകൾ തിന്നിട്ടുണ്ട്, കഴുകന്മാർ തിന്നിട്ടുണ്ട്, പരുന്തുകൾ തിന്നിട്ടുണ്ട്, മറ്റു പക്ഷികൾ തിന്നിട്ടുണ്ട്, നായ്ക്കൾ തിന്നിട്ടുണ്ട്, കടുവകൾ തിന്നിട്ടുണ്ട്, പുലികൾ തിന്നിട്ടുണ്ട്, കുറുക്കന്മാർ തിന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള ഒരുപാട് ചെറിയ പ്രാണികൾ തിന്ന മൃതശരീരമാണ്. അവർ അവരുടെ ശരീരത്തെ ഈ ശരീരവുമായിട്ട് ഉപമിക്കും. എൻ്റെ ശരീരത്തിനും ഇതേ പ്രകൃതമാണ്, ഇതേ അവസ്ഥയാണ്, ഒരിക്കലും ഈ ശരീരത്തിന് ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നു, ഞാനത് ആവർത്തിക്കുന്നില്ല. ഇങ്ങനെ അവർ ചെയ്യുന്ന സമയത്ത് ഗൃഹസ്ഥ ജീവിതത്തിലുള്ള അവരുടെ ഓർമ്മകൾ ഇല്ലാതാകുന്നു, അവരുടെ മനസ്സ് ഉള്ളിൽ സമാധിസ്ഥമാകുന്നു. ഇപ്രകാരമാണ് ഭിക്ഷുക്കളെ ഒരു ഭിക്ഷു കായകഥാ സതി ധ്യാനത്തിൻ്റെ അഭ്യാസം ചെയ്യുന്നത്. വീണ്ടും ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു ശ്മശാനത്തിൽ ഒരു അസ്ഥികൂടം കാണുകയാണ്. അതിൽ കുറച്ച് മാംസമുണ്ട്, രക്തമുണ്ട്, അത് സ്നായുക്കളെ കൊണ്ട് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. വീണ്ടും ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു ഒരു അസ്ഥികൂടം കാണുകയാണ്. അതിൽ മാംസമില്ല, അതിൽ അല്പം രക്തം മാത്രമേ ഉള്ളൂ, അത് സ്നായുക്കൾ കൊണ്ട് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. വീണ്ടും ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ആവർത്തിക്കുന്നത്, പക്ഷെ ഞാൻ ആവർത്തിക്കുന്നില്ല. വീണ്ടും അവർ ഒരു അസ്ഥികൂടം കാണുകയാണ്. അതിൽ മാംസമില്ല, രക്തമില്ല, അത് സ്നായുക്കൾ കൊണ്ട് കൂട്ടിച്ചേർന്നിരിക്കുകയാണ്. വീണ്ടും അവർ ഒരു അസ്ഥികൂടം കാണുന്നുണ്ട്. അതിൽ സ്നായുക്കളില്ല, അത് എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുകയാണ്. ഇവിടെ ഒരു കയ്യിൻ്റെ അസ്ഥി, അവിടെ ഒരു പാദത്തിൻ്റെ അസ്ഥി, ഇവിടെ ഒരു താടിയെല്ലിൻ്റെ അസ്ഥി, അവിടെ ഒരു തൊടിയുടെ അസ്ഥി, ഇവിടെ ഒരു ഇടുപ്പിൻ്റെ അസ്ഥി, അവിടെ ഒരു വാരിയെല്ലിൻ്റെ അസ്ഥി, ഇവിടെ ഒരു നട്ടെല്ല്, അവിടെ ഒരു കയ്യിൻ്റെ അസ്ഥി, ഇവിടെ കഴുത്തിലെ ഒരു അസ്ഥി, അവിടെ ഒരു താടിയെല്ലിൻ്റെ അസ്ഥി, ഇവിടെ ഒരു പല്ല്, അവിടെ ഒരു തലയോട്ടി. വീണ്ടും ഒരു ഭിക്ഷു അവിടെ അസ്ഥികളെ കാണുകയാണ് ശ്മശാനത്തിൽ. അത് ശംഖ് പോലെ വെളുത്തുള്ള അസ്ഥികളായിട്ട് മാറിയിരിക്കുകയാണ്. ആ അസ്ഥികൾ ജീർണമാകാൻ തുടങ്ങി, അത് ഒരു കൂട്ടമായിട്ട് കിടക്കുകയാണ്. ആ അസ്ഥികളും ജീർണമായി, അതെല്ലാം പൊടിഞ്ഞുപോയി. ഈ സമയത്തെല്ലാം ആ ഭിക്ഷു ആ ശരീരത്തെ സ്വന്തം ശരീരത്തോട് ഉപമിക്കും. എൻ്റെ ശരീരത്തിനും ഇതേ പ്രകൃതമാണ്, ഇതേ അവസ്ഥയാണ്, എൻ്റെ ശരീരത്തിനും ഈ അവസ്ഥയെ മറികടക്കാൻ സാധിക്കില്ല. അവർ ഈ തരത്തിൽ ധ്യാനിക്കുന്ന സമയത്ത് വളരെ ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട്, ഉത്സാഹത്തോടു കൂടിയിട്ട്, ഏകാഗ്രതയോടു കൂടിയിട്ട് അവരുടെ ഗൃഹസ്ഥ ജീവിതത്തിലെ ഓർമ്മകളും ചിന്തകളും അവരെ വിട്ടുപിരിയുന്നു. അവരുടെ മനസ്സ് ഉള്ളിൽ സ്ഥിരമാകുന്നു, സമാഹിതമാകുന്നു, ഉള്ളിൽ സമാധിസ്ഥമാകുന്നു. ഭിക്ഷുക്കളെ, ഇപ്രകാരവും ഒരു ഭിക്ഷു കായകഥാ സതിയുടെ അഭ്യാസം ചെയ്യുന്നു. അടുത്തതായിട്ട് ഒരു ഭിക്ഷു 4 ധ്യാനമാണ് ചെയ്യുന്നത്. അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വീണ്ടും ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു വിവിച്ചൈവ കാമേഹി വിവിച്ച അകുശലേഹി ധമ്മേഹി, കാമങ്ങളില്ലാതെ അകുശല ധർമ്മങ്ങളില്ലാതെ 1ാമത്തെ ധ്യാനത്തിൽ അവർ എത്തിച്ചേരുന്നു. അവിടെ വിതർക്കമുണ്ട്, വിചാരമുണ്ട്, ഭീതിയുണ്ട്, സുഖമുണ്ട്, ചിത്തത്തിൻ്റെ ഏകാഗ്രതയുണ്ട്. അപ്പോൾ അവർ അവരുടെ ശരീരം മുഴുവനും ഈ ഇന്ദ്രിയ സുഖങ്ങൾക്ക് അതിരിക്തമായിട്ടുള്ള പ്രീതി സുഖം കൊണ്ട് നിറയ്ക്കുന്നു. അവരുടെ ശരീരത്തിൽ പ്രീതിയും സുഖവും നിറയാത്ത ഒരു അവയവവും ഉണ്ടാകില്ല. ഇതിൻ്റെ ഒരു ഉദാഹരണം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കുളിപ്പിക്കാൻ വിദഗ്ധനായിട്ടുള്ള ഒരു വ്യക്തി സ്നാനചൂർണം ഒരു ബ്രോൺസ് പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. അതിൽ കുറേശ്ശെ വെള്ളം തെളിച്ച് അതിനെ കുഴയ്ക്കുകയാണ്.
എന്നിട്ട് അതിനെ ശരിയായിട്ട് കുഴച്ച് വയ്ക്കുന്നു. അപ്പോൾ ആ സ്നാനചൂർണത്തിൽ എല്ലായിടത്തും ഒരേപോലെ തന്നെ വെള്ളം ഉണ്ടാകും. അതിൽ നിന്ന് ഒട്ടും തന്നെ വെള്ളം ഒഴുകില്ല. ഇതേപോലെ തന്നെ ഭിക്ഷുക്കളെ ആ വ്യക്തി സ്വന്തം ശരീരത്തിൽ പീതി പസതി കൊണ്ട് സ്വന്തം ശരീരത്തിൽ നിറയ്ക്കുന്നു. അവരുടെ ശരീരത്തിൽ ഒരു അവയവവും പീതി സുഖം ഇല്ലാത്തതായിട്ട് ഇല്ല. ഭിക്ഷുക്കളെ അവർ ഇപ്രകാരം ധ്യാനിക്കുന്ന സമയത്ത് വളരെ ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട്, ജാഗ്രതയോടു കൂടിയിട്ട്, ഉത്സാഹത്തോടു കൂടി ധ്യാനിക്കുന്ന സമയത്ത് ഗൃഹസ്ഥ ജീവിതത്തിലെ അവരുടെ ചിന്തകളും ഓർമ്മകളും അവരെ വിട്ടുപോകുന്നു. അവരുടെ മനസ്സ് ഉള്ളിൽ സ്ഥിതമാകുന്നു, സമാഹിതമാകുന്നു, ഉള്ളിൽ മനസ്സ് സമാധിസ്ഥമാകുന്നു. ഇപ്രകാരവും ഒരു ഭിക്ഷു കായകഥാ സതി ധ്യാനത്തെ അഭ്യാസം ചെയ്യുന്നു. വീണ്ടും ഭിക്ഷുക്കളെ ഒരു ഭിക്ഷു രണ്ടാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേർന്നു. അവിടെ പീതി സുഖം ഏകാഗ്രത മാത്രമേ ഉള്ളൂ, വിതക്ക വിചാരമില്ല. അപ്പോഴും അവർ അവരുടെ ശരീരത്തിൽ ഈ പ്രീതി സുഖത്തെ കൊണ്ട് പരിപൂർണമായിട്ടും വ്യാപിക്കുന്നു. അവരുടെ ശരീരത്തിൽ ഈ പ്രീതി സുഖം ഇല്ലാത്ത ഒരു സ്ഥലവും ഉണ്ടാകുന്നില്ല. അതിൻ്റെ ഉദാഹരണം ഭഗവാൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കായലുണ്ട് എന്ന് കരുതുക, ആഴത്തിലുള്ള കായൽ. അവിടെ വടക്കുനിന്നോ തെക്കുനിന്നോ കിഴക്കുനിന്നോ പടിഞ്ഞാറുനിന്നോ ഒരു വിധത്തിലുള്ള വെള്ളവും വരുന്നില്ല. ആ കായലിൽ മഴവെള്ളവും സമയാസമയത്ത് ഉണ്ടാകുന്നില്ല. എന്നാൽ ആ കായലിൽ തണുത്ത ജലം നിറഞ്ഞിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും തണുത്ത ജലം നിറഞ്ഞിരിക്കുകയാണ്. ആ കായലിൽ തണുത്ത ജലം എത്താത്ത ഒരു ഭാഗവുമില്ല. ഇതേപോലെ തന്നെയാണ് ഒരു ഭിക്ഷു തൻ്റെ ശരീരത്തിൽ പ്രീതി സുഖം മുഴുവനും കൊണ്ട് നിറയ്ക്കുന്നു. ആ വ്യക്തിയുടെ ശരീരത്തിൽ പ്രീതി സുഖം എത്താത്ത ഒരു സ്ഥലവും ബാക്കിയില്ല. അതായത് നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ദുഃഖകരമായിട്ടുള്ള വേദന ഉണ്ട് എങ്കിൽ നമ്മൾ ഒരിക്കലും ധ്യാനത്തിലല്ല എന്നുള്ള കാര്യം ഓർക്കണം. അതായത് സമാധിയിലല്ല. സമാധി എന്താണ് എന്ന് ഭഗവാൻ സതിപട്ടാന സൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. 4 ധ്യാനത്തെയാണ് സമാധി എന്ന് പറയുന്നത്. ഇവിടെ മുഴുവനും നമ്മൾക്ക് കാണാവുന്നത് ശരീരത്തിൽ സുഖവും പ്രീതിയും. മനസ്സിൽ പ്രീതി, ശരീരത്തിൽ സുഖം. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ധ്യാനത്തിലാണെന്ന് നമ്മൾക്ക് മനസ്സിലാകുകയുള്ളൂ. ഇതില്ലെങ്കിൽ നമ്മൾ ധ്യാനത്തിലല്ല. നമ്മുടെ സമാധി തന്നെ ശരിയല്ല. ശരീരം മുഴുവൻ ദുഃഖകരമായിട്ടുള്ള വേദനയാണ്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് പ്രജ്ഞ ലഭിക്കുക എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. നമ്മൾ ഏതൊരു സാധന ചെയ്യുകയാണെങ്കിലും ആ സാധന ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സൂക്തം കേൾക്കുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ പ്രമാണം എന്ന് പറയുന്നത് ബുദ്ധൻ്റെ വാക്കുകളാണ്, അല്ലാതെ മറ്റുള്ളവരുടെ വാക്കുകളല്ല. ബുദ്ധൻ തൻ്റെ സൂത്രങ്ങളിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ നമ്മൾക്ക് വിശ്വസിക്കാം. നമ്മൾ ഏതെങ്കിലും ധ്യാനം ചെയ്യുകയാണ്, പക്ഷേ അത് സൂത്രത്തിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ബുദ്ധൻ്റെ വാക്കുകളല്ല. അതുകൊണ്ടാണ് സൂത്രം നമ്മൾ കേൾക്കണം എന്ന് പ്രത്യേകം പറയുന്നത്. ഇതേപോലെ തന്നെ ഒരു ഭിക്ഷു തൻ്റെ ശരീരത്തിൽ മുഴുവനും ആ പ്രീതി സുഖം കൊണ്ട് നിറയ്ക്കുന്നു. അവരുടെ ശരീരത്തിൽ ആ സമാധി കൊണ്ടുള്ളതായിട്ടുള്ള പ്രീതി സുഖം ഇല്ലാത്ത ഒരു അവയവവും ഇല്ല. ഭിക്ഷുക്കളെ ഇപ്രകാരവും ഒരു ഭിക്ഷു കായകഥാ സതിയുടെ ഭാവന ചെയ്യുകയാണ്. ഭിക്ഷുക്കളെ വീണ്ടും ഒരു ഭിക്ഷു പ്രീതി സമാപ്തമായിക്കൊണ്ട് 3ാമത്തെ ധ്യാനത്തിൽ പ്രവേശിക്കുന്നു. അവിടെ സുഖം മാത്രമാണ് ഉള്ളത്, ചിത്തത്തിൻ്റെ ഏകാഗ്രതയും ഉണ്ട്. അപ്പോൾ പ്രീതിയില്ലാത്ത ആ സുഖത്തിനാൽ അവർ അവരുടെ ശരീരം മുഴുവൻ അതിനെ വ്യാപ്തമാക്കുന്നു. അവരുടെ ശരീരത്തിൽ ആ സുഖം അനുഭവിക്കാത്ത ഒരു സ്ഥലവും ഉണ്ടാകുന്നില്ല. ഇത് ഒരു താമരക്കുളം പോലെയാണ്. അതിൽ നീല നിറത്തിലുള്ള താമരകളുണ്ട്, തവിട്ട് നിറത്തിലുള്ള താമരകളുണ്ട്, വെള്ള നിറത്തിലുള്ള താമരകളുമുണ്ട്. അതിൽ ചില താമരകൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് വളരുന്നത്, വർദ്ധിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലുള്ള ആ താമരകളുടെ തല മുതൽ പാദം വരെ അത് തണുത്ത വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് കിടക്കുന്നത്. ആ താമരയുടെ ഒരു ഭാഗവും തണുത്ത വെള്ളം സ്പർശിക്കാത്തതായിട്ട് ഇല്ല. ഇതുപോലെ തന്നെയാണ് ഒരു ഭിക്ഷു ആ പ്രീതിയില്ലാത്ത സുഖത്തിനാൽ തൻ്റെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നു. ആ സുഖം ചെല്ലാത്ത ഒരു ശരീരഭാഗവും ആ ഭിക്ഷുവിൽ ഇല്ല. ഭിക്ഷുക്കളെ ഇപ്രകാരമാണ് ഒരു ഭിക്ഷു കായകഥാ സതിയുടെ അഭ്യാസം ചെയ്യുന്നത്. നമ്മൾക്ക് കാണാം, ചില സാധകരുണ്ട്, അവർ 30-40 വർഷങ്ങളായിട്ട് ധ്യാനം ചെയ്യുന്നു. പക്ഷേ അവരുടെ ശരീരത്തിൽ കഠിനമായിട്ടുള്ള വേദനകൾ മാത്രമാണ് ഉള്ളത്. എങ്കിൽ അവർ ധ്യാനം ശരിയായിട്ടല്ല ചെയ്യുന്നത്. അവർ ധ്യാനത്തിൽ ഒരിക്കലും എത്തിയിട്ടില്ല. വീണ്ടും ഭിക്ഷുക്കളെ ഒരു ഭിക്ഷു സുഖദുഃഖങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ദോർമനസത്തെയും സോമനത്തെയും ഇല്ലാതാക്കിക്കൊണ്ട് അദുഃഖ അസുഖ വേദനയുള്ള 4ാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അവിടെ ഉപേക്ഷ മാത്രമേ ഉള്ളൂ. അവിടെ സതിയും ഉണ്ട്.
അവർ അവരുടെ ശരീരം മുഴുവനും ആ പരിശുദ്ധ ചിത്തത്താൽ വ്യാപിപ്പിക്കുന്നു. അവരുടെ ശരീരത്തിൽ ആ പരിശുദ്ധ ചിത്തം ഇല്ലാത്ത, വ്യാപിക്കാത്ത ഒരു സ്ഥലവും ബാക്കിയുണ്ടാകുകയില്ല. ഉദാഹരണമായിട്ട് ഒരു വ്യക്തി ഇരിക്കുകയാണ് എന്ന് വിചാരിക്കുക. തല മുതൽ പാദം വരെ ആ വ്യക്തി വെള്ളവസ്ത്രം മൂടിക്കൊണ്ട് ഇരിക്കുകയാണ്. വെള്ളവസ്ത്രം മൂടാത്ത ഒരു അംഗവും ആ വ്യക്തിയുടെ ശരീരത്തിലുണ്ടാകുകയില്ല. ഇതുപോലെ തന്നെയാണ് ആ ഭിക്ഷു ആ വ്യക്തിയുടെ ശരീരം മുഴുവൻ പരിശുദ്ധ ചിത്തത്താൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ആ വ്യക്തിയുടെ ശരീരത്തിൽ ആ പരിശുദ്ധ ചിത്തം എത്താത്ത ഒരു സ്ഥലവും ബാക്കിയുണ്ടാകുകയില്ല. ഭിക്ഷുക്കളെ, ആ ഭിക്ഷു ഈ തരത്തിൽ ധ്യാനിക്കുന്ന സമയത്ത് പ്രമാദമില്ലാതെ ദൃഢനിശ്ചയത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി ധ്യാനിക്കുന്ന സമയത്ത് ഗൃഹസ്ഥ ജീവിതത്തിലെ ഓർമ്മകളും ചിന്തകളും ആ വ്യക്തിയെ വിട്ടുപിരിയുന്നു. അവരുടെ മനസ്സ് ഉള്ളിൽ സ്ഥിതമാകുന്നു, സമാഹിതമാകുന്നു, ഉള്ളിൽ സമാധിസ്ഥമാകുന്നു. ഇപ്രകാരമാണ് ഭിക്ഷുക്കളെ ഒരു ഭിക്ഷു കായകഥാസതിയെ അഭ്യസിക്കുന്നത്. ഭിക്ഷുക്കളെ, ഏതൊരു വ്യക്തി തൻ്റെ ഉള്ളിൽ കായകഥാസതിയെ ഭാവന ചെയ്യുന്നുവോ വർദ്ധിപ്പിക്കുന്നുവോ ആ വ്യക്തിയിൽ നിർമ്മാണത്തിന് ഉതകുന്ന എല്ലാ തരത്തിലുള്ള കുശലധർമ്മങ്ങളും ഉണ്ടാകുന്നു. ഏതെങ്കിലും വ്യക്തി ഒരു മഹാസമുദ്രത്തെ തൻ്റെ മനസ്സിൽ ഓർക്കുകയാണെങ്കിൽ ആ സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന എല്ലാ നദികളെയും ഓർമ്മിക്കും. ഇതുപോലെ തന്നെ ഏതൊരു ഭിക്ഷു കായകഥാസതിയെ വർദ്ധിപ്പിക്കുന്നുവോ, അതിനെ ഭാവന ചെയ്യുന്നുവോ ആ വ്യക്തിയിൽ നിർവ്വാണത്തിന് ഉതകുന്ന എല്ലാ കുശലധർമ്മങ്ങളും ആ വ്യക്തിയിൽ ഉണ്ടാകുന്നു. ഭിക്ഷുക്കളെ, ഏതെങ്കിലും ഒരു ഭിക്ഷു കായകഥാസതിയെ ഭാവന ചെയ്യുന്നില്ല, അതിനെ വർദ്ധിപ്പിക്കുന്നില്ല എങ്കിൽ മാരൻ ആ വ്യക്തിയിൽ ദുർബലത കണ്ടെത്തുന്നു. അതായത് മാരൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ തന്നെ മനസ്സിൻ്റെ വികാരങ്ങൾ എന്ന് പറയാം. ഒരിക്കലും നമ്മൾക്ക് മനസ്സിൻ്റെ വികാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. നമ്മുടെ മനസ്സ് നമ്മുടെ വികാരങ്ങൾക്ക് അടിമപ്പെടും എന്നാണ് പറയുന്നത്, നമ്മൾ കായകഥാനുസതി ചെയ്തിട്ടില്ല എങ്കിൽ. ഉദാഹരണമായിട്ട് ഭിക്ഷുക്കളെ, ഒരു വ്യക്തി നല്ല ഭാരമുള്ള ഒരു കല്ല് ചളിക്കുണ്ടിൽ എറിയുകയാണെങ്കിൽ എന്ന് വിചാരിക്കുക. ഭിക്ഷുക്കളെ, നിങ്ങൾ എന്താണ് കരുതുന്നത്? ഭിക്ഷുക്കളെ, ആ ഭാരമുള്ള കല്ല് ആ ചളിക്കുണ്ടിൽ താഴ്ന്നു പോവുകയില്ലേ? തീർച്ചയായിട്ടും ബന്ധേ. ഇതുപോലെ തന്നെയാണ് ഭിക്ഷുക്കളെ, ഒരു വ്യക്തി കായകഥാനുസതി എന്ന ധ്യാനത്തിൻ്റെ ഭാവന ചെയ്യുന്നില്ല എങ്കിൽ മാരൻ ആ വ്യക്തിയിൽ ദുർബലത കണ്ടെത്തുന്നു, എന്നിട്ട് അവനെ കീഴടക്കുന്നു. അതായത് നമ്മുടെ മനസ്സിൻ്റെ ദുർബലത നമ്മളെ തന്നെ പിടികൂടുന്നു, അല്ലെങ്കിൽ നമ്മളുടെ വികാരങ്ങൾ നമ്മളെ തന്നെ കീഴടക്കുന്നു. ഭിക്ഷുക്കളെ, ഉദാഹരണത്തിന് ഒരു ഉണങ്ങിയ തടിയുണ്ട് എന്ന് കരുതുക. അപ്പോൾ ഒരു വ്യക്തി ആ വഴിക്ക് ഒരു അരണിയുടെ കോലുമായിട്ട് വരികയാണ്. എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ ഈ ഉണങ്ങിയ തടിയിൽ നിന്ന് തീയും അതേപോലെ തന്നെ ചൂടും ഉണ്ടാക്കും. ഭിക്ഷുക്കളെ, നിങ്ങൾ എന്താണ് കരുതുന്നത്? ആ അരണിയെ ആ ഉണങ്ങിയ തടിയിൽ തിരിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് അതിൽ തീയും ചൂടും ഉണ്ടാക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ബന്ധേ. ഇതേപോലെ തന്നെ ഭിക്ഷുക്കളെ, ഏതെങ്കിലും ഒരു ഭിക്ഷു കായകഥാനുസതിയെ ഭാവന ചെയ്തിട്ടില്ല, അതിനെ വർദ്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ മാരൻ ആ വ്യക്തിയെ കീഴടക്കുന്നു. ഭിക്ഷുക്കളെ, ഉദാഹരണമായിട്ട് വെള്ളത്തിൻ്റെ ഒരു ജഗ്ഗ് ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ് എന്ന് കരുതുക. അത് ശൂന്യമാണ്, അതിൻ്റെ ഉള്ളിൽ വെള്ളം ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഒരു വ്യക്തി ധാരാളം വെള്ളവുമായിട്ട് അവിടെ വരികയാണ്. ഭിക്ഷുക്കളെ, നിങ്ങൾ എന്താണ് കരുതുന്നത്? ആ വ്യക്തിക്ക് ആ ജാറിൽ വെള്ളം നിറയ്ക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ബന്ധേ. ഇതേപോലെ തന്നെയാണ് ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു കായകഥാനുസതിയെ അഭ്യസിച്ചിട്ടില്ല എങ്കിൽ മാരൻ ആ വ്യക്തിയെ ദുർബലനായിട്ട് കാണുന്നു, എന്നിട്ട് മാരൻ ആ വ്യക്തിയെ കീഴടക്കുന്നു. ഒരു വ്യക്തി കായകഥാനുസതിയെ അഭ്യസിക്കുകയാണ്, അതിന് വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ മാരന് ഒരിക്കലും ആ വ്യക്തിയിൽ ദുർബലത കണ്ടെത്താൻ സാധിക്കില്ല, ആ വ്യക്തിയെ കീഴടക്കാൻ സാധിക്കില്ല. ഉദാഹരണമായിട്ട് ഭിക്ഷുക്കളെ, നമ്മൾ ഒരു നൂൽക്കെട്ടിനെ ഒരു നല്ല തടി കൊണ്ടുണ്ടാക്കിയ ഒരു വാതിലിലേക്ക് എറിയുകയാണ് എന്ന് വിചാരിക്കുക. ആ വാതിൽ നല്ല മരത്തിൻ്റെ കാതൽ കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് കരുതുക. ഭിക്ഷുക്കളെ, നിങ്ങൾ എന്താണ് കരുതുന്നത്? ഈ ഭാരമില്ലാത്ത നൂൽക്കെട്ടിന് ആ വാതിൽ പൊളിച്ച് അകത്ത് പ്രവേശിക്കാൻ സാധിക്കുമോ? ഇല്ല ബന്ധേ. ഇതേപോലെ തന്നെയാണ് ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു കായകഥാനുസതിയെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്, അതിനെ ഭാവന ചെയ്യുകയാണ് എങ്കിൽ മാരന് ആ വ്യക്തിയെ കീഴടക്കാൻ സാധിക്കില്ല. ആ വ്യക്തിയിൽ ദുർബലത കാണാൻ ആ മാരന് കഴിയില്ല. ഉദാഹരണമായിട്ട് ഭിക്ഷുക്കളെ, ഒരു പച്ചയായിട്ടുള്ള നീരുള്ള വെള്ളത്താൽ നനഞ്ഞ ഒരു തടിക്കഷ്ണമുണ്ട് എന്ന് കരുതുക. അപ്പോൾ ഒരു വ്യക്തി അവിടെ അരണിക്കഷ്ണവുമായിട്ട് വരികയാണ്, എന്നിട്ട് ചിന്തിക്കുകയാണ്, ഞാൻ ഈ മരക്കഷ്ണത്തിൽ നിന്നും തീയുണ്ടാക്കും, ചൂടുണ്ടാക്കും. ഭിക്ഷുക്കളെ, നിങ്ങൾ എന്ത് കരുതുന്നു? ആ വ്യക്തി ആ അരണിമരം, ആ പച്ചയായിട്ടുള്ള
വെള്ളത്തിൽ നനഞ്ഞ ആ തടിക്കഷ്ണത്തിൽ കടഞ്ഞ് ആ വ്യക്തിക്ക് തീയോ ചൂടോ ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇല്ല ബന്ധേ. ഇതേപോലെ തന്നെ ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു കായകതാനുസതിയെ വർദ്ധിപ്പിക്കുകയാണ്, ഭാവന ചെയ്യുകയാണ് എങ്കിൽ മാരന് ആ വ്യക്തിയെ കീഴടക്കാൻ സാധിക്കില്ല. ഉദാഹരണമായിട്ട് ഭിക്ഷുക്കളെ, ഒരു വെള്ളത്തിൻ്റെ ജാറ് ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. അതിൽ മുഴുവൻ വെള്ളം നിറച്ചിരിക്കുകയാണ്. അതിനാൽ ഒരു കാക്കയ്ക്ക് അതിൻ്റെ പുറത്തുനിന്ന് വെള്ളം കുടിക്കാൻ സാധിക്കും. ആ സമയത്ത് ഒരു വ്യക്തി അവിടെ ധാരാളം വെള്ളവുമായിട്ട് വരികയാണ്. ഭിക്ഷുക്കളെ, നിങ്ങൾ എന്താണ് കരുതുന്നത്? ആ വ്യക്തിക്ക് ആ ജാറിൽ വെള്ളം ഒഴിക്കാൻ സാധിക്കുമോ? ഇല്ല ബന്ധേ. ഇതേപോലെ തന്നെ ഒരു ഭിക്ഷു കായകതാനുസതിയെ വർദ്ധിപ്പിക്കുകയാണ്, ഭാവന ചെയ്യുകയാണ് എങ്കിൽ ആ ഭിക്ഷുവിനെ മാരന് ഒരിക്കലും കീഴടക്കാൻ സാധിക്കില്ല. ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു കായകതാനുസതിയെ ശരിയായിട്ടുള്ള രീതിയിൽ വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ അവർക്ക് അവരുടെ മനസ്സുകൊണ്ട് ഉള്ളിലുള്ള ഓരോ ധർമ്മത്തെയും, മനസ്സുകൊണ്ട് അറിയാൻ കഴിയുന്ന ഓരോ ധർമ്മത്തെയും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തെന്നാൽ ആ ഓരോ കാര്യവും ആ മനസ്സിൻ്റെ പരിധിക്കുള്ളിൽ തന്നെയാണ്. അതായത് ഇങ്ങനെ കായകതാനുസതി അഭ്യസിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഓരോ ധർമ്മത്തെയും ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, സ്വന്തം അന്തർദൃഷ്ടിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ഭിക്ഷുക്കളെ, ഒരു വെള്ളത്തിൻ്റെ ജഗ്ഗ് ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ വക്ക് വരെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് കാക്കയ്ക്ക് വെള്ളം കുടിക്കാൻ സാധിക്കും. ഒരു ശക്തനായിട്ടുള്ള വ്യക്തി ആ വാട്ടർ ജാറിനെ ഏത് സൈഡിലൂടെ ചരിക്കുകയാണെങ്കിലും അതിലൂടെ വെള്ളം ഒഴുകുമോ? തീർച്ചയായിട്ടും ബന്ധേ. അതുപോലെ തന്നെ ഭിക്ഷുക്കളെ, ഒരു വ്യക്തി കായകതാനുസതിയെ വർദ്ധിപ്പിക്കുന്ന സമയത്ത്, അഭ്യസിക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ മനസ്സുകൊണ്ട് ഏതൊരു ധർമ്മത്തെ അവർ മനസ്സിലാക്കാൻ സാധിക്കുമോ ആ ധർമ്മത്തെ അവർക്ക് സ്വന്തം അന്തർദൃഷ്ടിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എല്ലാ കാര്യങ്ങളും ആ മനസ്സിൻ്റെ പരിധിക്കുള്ളിൽ തന്നെയാണ്. ഉദാഹരണമായിട്ട് ഭിക്ഷുക്കളെ, ഒരു നിരപ്പുള്ള സ്ഥലത്ത് ഒരു 4 വശങ്ങളുള്ള ഒരു കുളം ഉണ്ട് എന്ന് കരുതുക. ആ കുളത്തിൽ മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു കാക്കയ്ക്ക് അതിൽ നിന്ന് വെള്ളം കുടിക്കാൻ സാധിക്കും. അപ്പോൾ ശക്തനായിട്ടുള്ള ഒരു പുരുഷൻ ഉണ്ട് എന്ന് കരുതുക. ആ പുരുഷൻ ആ കുളത്തിൻ്റെ 4 വശങ്ങളിൽ ഏതൊരു വശത്ത് ദ്വാരമുണ്ടാക്കുകയാണെങ്കിലും അതിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകുമോ? തീർച്ചയായിട്ടും ബന്ധേ. അതുപോലെ തന്നെയാണ് ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു കായകതാനുസതിയെ വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ ആ മനസ്സുകൊണ്ട് അവർക്ക് അതിലുള്ള ഏതെല്ലാം ധർമ്മമുണ്ടോ അതിനെല്ലാം സ്വന്തം അനുഭവത്തിനാൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അതെല്ലാം ആ മനസ്സിൻ്റെ പരിധിക്കുള്ളിലാണ്. ഉദാഹരണമായിട്ട് ഒരു നല്ല കുതിരയെ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു രഥം ഒരു കവലയിൽ നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക. ആ കുതിരയെ ഓട്ടിക്കാനുള്ള ചാട്ടവാറും തയ്യാറാണ്. അപ്പോൾ കുതിരയെ ഓട്ടിക്കുന്നതിൽ വിദഗ്ധനായിട്ടുള്ള ഒരു വ്യക്തി, രഥത്തെ ഓട്ടിക്കുന്നതിൽ വിദഗ്ധനായിട്ടുള്ള ഒരു വ്യക്തി ആ രഥത്തിൽ കയറുന്നു. എന്നിട്ട് ആ ചമ്മട്ടി അല്ലെങ്കിൽ ചാട്ടവാർ എടുത്തുകൊണ്ട് കുതിരയുടെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് ആ രഥത്തെ മുന്നോട്ടും പിന്നോട്ടും എങ്ങോട്ട് വേണമെങ്കിലും ആ വ്യക്തിക്ക് ഓടിക്കാൻ സാധിക്കും. ആ വ്യക്തി ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ആ രഥത്തെ ഓടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു കായകതാനുസതിയെ വർദ്ധിപ്പിക്കുന്ന സമയത്ത്, ഭാവന ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് തൻ്റെ മനസ്സുകൊണ്ട് ഏതൊരു ധർമ്മത്തെ സ്വന്തം അന്തർദൃഷ്ടിയാൽ അറിയാൻ ആഗ്രഹിക്കുന്നുവോ ആ ധർമ്മത്തെ ആ വ്യക്തിക്ക് അറിയാൻ സാധിക്കുന്നതാണ്. കാരണം അതെല്ലാം ആ മനസ്സിൻ്റെ പരിധിക്കുള്ളിലാണ്. ഭിക്ഷുക്കളെ, നിങ്ങൾ ഈ കായകതാനുസതിയെ അഭ്യസിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ 10 ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ഈ കായകതാസതിയെ വർദ്ധിപ്പിക്കണം, അഭ്യസിക്കണം, അതിനെ ഒരു വാഹനമാക്കണം, അതിനെ ഒരു ഗ്രൗണ്ടാക്കണം, അതിനെ നിങ്ങൾ അഭ്യസിച്ചുകൊണ്ട് തന്നെ പോകണം, അതിനെ ശരിയായിട്ടുള്ള രീതിയിൽ അഭ്യസിക്കണം. ഇനി ഈ കായകതാനുസതി അഭ്യസിച്ചാലുള്ള 10 ഗുണങ്ങളെ പറ്റിയിട്ടാണ് ഭഗവാൻ പറയുന്നത്. അവർക്ക് അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെയും അതൃപ്തിയെയും മറികടക്കാൻ സാധിക്കും. അവരുടെ മനസ്സിൽ ഏതൊരു ആഗ്രഹവും അതേപോലെ തന്നെ അതൃപ്തിയും ഉണ്ടാകുകയാണെങ്കിൽ ഉടനെ തന്നെ അതിനെ മറികടക്കാൻ ആ വ്യക്തിക്ക് സാധിക്കും. അവർക്ക് സ്വന്തം ഭയത്തെയും പേടിയെയും മറികടക്കാൻ സാധിക്കും. ഭയവും പേടിയും ഉണർന്ന ഉടനെ തന്നെ അവർക്ക് അതിനെ മറികടക്കാൻ സാധിക്കും. അതിനാൽ പാനിക് അറ്റാക്ക് അതേപോലെ തന്നെയുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലം ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ കായകതാനുസതി വളരെയധികം ഗുണകരമാവും. അവരുടെ മനസ്സിലുള്ള ഭയത്തെ അവർക്ക് തീർച്ചയായിട്ടും ഇതുമൂലം ജയിക്കാൻ സാധിക്കും.
മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്ന സമയത്ത് അവർക്ക് തണുപ്പ്, ചൂട്, വിശപ്പ്, ദാഹം, ഈച്ചകളുടെ ശല്യം, കൊതുകുകളുടെ ശല്യം, അതേപോലെ തന്നെ കാറ്റ്, സൂര്യപ്രകാശം, ഇഴജന്തുക്കൾ, കടുത്തതും ഇഷ്ടമില്ലാത്തതുമായിട്ടുള്ള മറ്റുള്ളവരുടെ വാക്കുകൾ, അതുകൂടാതെ കഠിനമായിട്ടുള്ള ശാരീരിക വേദനകൾ, അത് എത്ര തന്നെ കഠിനമാണെങ്കിലും, എത്ര തന്നെ മാരകമാണെങ്കിലും, എത്ര തന്നെ വേദനയുള്ളതാണെങ്കിലും, എത്ര തന്നെ ഇഷ്ടമില്ലാത്തതാണെങ്കിലും, എത്ര തന്നെ ജീവിതത്തിന് അപകടകരമായിട്ടുള്ള വേദനയാണെങ്കിലും ഇവയെല്ലാം ആ വ്യക്തിക്ക് സഹിക്കാൻ സാധിക്കും. അവർക്ക് 4 ധ്യാനങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ നേടാൻ സാധിക്കും. ഈ വർത്തമാനകാലത്തിൽ തന്നെ അവർക്ക് ഈ സുഖകരമായിട്ടുള്ള ധ്യാനങ്ങൾ അത് ഉയർന്ന മനസ്സിൻ്റേതാണ്. അവർ എപ്പോൾ ആഗ്രഹിച്ചു കഴിഞ്ഞാലും അവർക്ക് ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ ഈ 4 ധ്യാനങ്ങളെ അവർക്ക് അഭ്യസിക്കാൻ സാധിക്കും. അവർക്ക് പല വിധത്തിലുള്ള ഋദ്ധിശക്തികൾ ഉണ്ടാകും. അതായത് അവർ ഒന്നാണെങ്കിൽ പലതാകാൻ സാധിക്കും, പലതാണെങ്കിൽ ഒന്നാകാൻ സാധിക്കും. ഭൂമിയിലൂടെ വെള്ളത്തിലൂടെ പോലെ തന്നെ നടക്കാൻ സാധിക്കും, വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ സാധിക്കും. അങ്ങനെ പലതരത്തിലുള്ള യുദ്ധിശക്തികൾ അവർക്ക് ഉണ്ടാകും. അവർക്ക് ദിവ്യമായിട്ടുള്ള സ്രോതം ഉണ്ടാകും, അതായത് കാതുണ്ടാകും. അതിലൂടെ അവർക്ക് അടുത്തും ദൂരത്തുമുള്ള ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും ശബ്ദത്തെ അവർക്ക് കേൾക്കാൻ സാധിക്കും. അവർക്ക് സ്വന്തം മനസ്സുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിനെ അറിയാൻ സാധിക്കും. അവരുടെ മനസ്സിൽ രാഗമുണ്ടോ രാഗമില്ലയോ, അതേപോലെ തന്നെ മോഹമുണ്ടോ മോഹമില്ലയോ, സംക്ഷിപ്തമാണോ വിക്ഷിപ്തമാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം സ്വന്തം മനസ്സുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിനെ അറിയാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാകും. അവരുടെ പലതരത്തിലുള്ള പൂർവ്വജന്മങ്ങളെ അവർക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടുകൂടി അവർക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. 100 കണക്കിന്, 1000 കണക്കിന്, 10000 പൂർവ്വജന്മങ്ങളെ അവർക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. അവർക്ക് ദിവ്യചക്ഷുവിനാൽ മറ്റുള്ള ജീവികളുടെ ജനനം, അതേപോലെ തന്നെ മരണം, ഇവയുടെ സത്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ പ്രാണിയും അതിൻ്റെ കർമ്മത്തിന് അനുസരിച്ച് എങ്ങനെയാണ് ജനിക്കുന്നത്, ഏത് നല്ല സ്ഥലത്താണ് ചീത്ത സ്ഥലത്താണ് തൻ്റെ കർമ്മങ്ങൾക്ക് അനുസരിച്ച് ജനിക്കുന്നത് എന്ന് ആ വ്യക്തിക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അവിടെ ആസവങ്ങൾ അല്ലെങ്കിൽ കളങ്കങ്ങൾ പരിപൂർണമായിട്ടും ക്ഷയിച്ച്, ആസവങ്ങൾ പരിപൂർണമായിട്ടും ഇല്ലാതെ ചേതോ വിമുക്തി, പഞ്ഞാ വിമുക്തി, ഇത് രണ്ടും സ്വയം സാക്ഷാത്കരിച്ച് അവർക്ക് നിബ്ബാണം തേടി വിഹരിക്കാൻ സാധിക്കും. അതായത് കായകദാനസതി കൊണ്ട് മാത്രം നമ്മൾക്ക് നിർവ്വാണം ലഭിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അതും 2 തരത്തിലുള്ള നിർവ്വാണം. ഒന്ന് ചേതോ വിമുക്തി, മനസ്സുകൊണ്ടുള്ള നിബ്ബാണം. 2 പഞ്ഞാ വിമുക്തി, പ്രജ്ഞ കൊണ്ടുള്ള നിബ്ബാണം. ഭിക്ഷുക്കളെ, നിങ്ങൾ കായകദാനസതി അഭ്യസിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ 10 ഗുണം നിങ്ങൾക്ക് ലഭിക്കും. അതിനായിട്ട് നിങ്ങൾ കായകദാനസതിയെ അഭ്യസിക്കണം, വർദ്ധിപ്പിക്കണം. അതിനെ ഒരു വാഹനമായിട്ട് കരുതണം, അതിനെ ഒരു ഗ്രൗണ്ടായിട്ട് നിങ്ങൾ കരുതണം. അതിൽ തന്നെ നിങ്ങൾ നിൽക്കണം, അതിന് ശരിയായിട്ട് നിങ്ങൾ അഭ്യസിക്കണം. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. തൃപ്തരായ ഭിക്ഷുക്കൾ ഭഗവാന്റെ വാക്കുകളെ അഭിനന്ദിച്ചു. ആ വാക്കുകളാൽ അവർ തൃപ്തരായി. കായകദാസതി സുത്തം നിഠിതം. അതിനാൽ നമ്മൾക്ക് ശരീരത്തിൽ തന്നെ കായാനുപസന ചെയ്തുകൊണ്ട് നമ്മൾക്ക് ധ്യാനത്തിലേക്ക് മാറാൻ സാധിക്കും. അങ്ങനെ നമ്മൾക്ക് ഈ കായകദാസതി എന്ന് പറയുന്ന ഈ ധ്യാനം അഭ്യസിക്കാൻ സാധിക്കും. ഇതിലൂടെ നമ്മൾക്ക് മുക്തനാകാനും സാധിക്കും. സൂത്രം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേമാതിരി കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കുറച്ച് സമയം നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.